നമ്മുടെ വണ്ടിയുടെ മൂന്നാമത്തെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി ഹെവി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മുടെ തലവർപ്പമ്പ് ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ തേർഡ് സർവീസാണ്. ഫസ്റ്റ് സർവീസ് നമ്മൾ കോട്ടയത്താണ് ചെയ്ത്, സെക്കൻഡ് സർവീസും കോട്ടയത്താണ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് സർവീസിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് അതൊരു എന്നാ പറയുക, അങ്ങോട്ട് ഓട്ടം കിട്ടിയപ്പോൾ ആ വഴി കയറി സർവീസ് ചെയ്ത് വന്നതാണ്. അപ്പോൾ തേർഡ് സർവീസാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേർഡ് സർവീസിൽ പോകുന്നത് തലയോലപ്പറമ്പിലാണ്. നേരത്തെ തലയോലപ്പറമ്പിൽ സർവീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ക്ലീൻ ഷേവും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വെറൈറ്റി ലുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഷേപ്പ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ പണി കിട്ടി. പിന്നെ ഒരു ചളിക്കാപ്പിൻ്റെ മീശ പോലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുള്ള് ക്ലീൻ ഷേവ് ചെയ്താണ്. അപ്പം ഈ ക്ലീൻ ഷേവ് ആണോ അതോ നിങ്ങൾക്ക് താടിയുള്ള ലുക്കാണോ നിങ്ങൾക്ക് ഇഷ്ടം, ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ തേർഡ് സർവീസ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേ പേഴ്സ് നിറയെ കാശാണ്, വേറെ ഒന്നുമല്ല, CC അടയ്ക്കാൻ വേണ്ടിയുള്ള കാശാട്ടോ. ഇന്ന് CC ആണ് 5-ാം തീയതി. നമുക്കിനി എത്രയാണ് തേർഡ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 കിലോമീറ്ററാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ 8,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും അവർ പറഞ്ഞ ഡേറ്റ് എത്തുമ്പോൾ നമ്മൾ പോയി കറക്റ്റായിട്ട് സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ വാറൻറ്റിയുടെ പ്രശ്നം വരുമ്പോൾ ഇവരൊന്നും സർവീസ് ചെയ്തില്ലല്ലോ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് അവർ പറഞ്ഞ ടൈമിൽ തന്നെ പോയി സർവീസ് ചെയ്യുക. അപ്പോൾ ഞാൻ തലപ്പമ്പി വിളിച്ച് ചോദിച്ചു പറഞ്ഞു വെച്ചാൽ ഇന്ന് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. അപ്പം പിന്നെ കുറേ പേര് ചോദിച്ചു സെക്കൻഡ് സർവീസിന് ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തോ എന്ന്. അപ്പോൾ ഞാൻ സെക്കൻഡ് സർവീസിന് എല്ലാ സർവീസിനും ഓയിൽ ചേഞ്ച് ചെയ്തു. അപ്പോൾ കുറേ പേര് പറയുന്ന ഒരു കാര്യമാണ് 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ, അതായത് പീരിയോഡിക് സർവീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ 10,000 കിലോമീറ്ററിന് എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എല്ലാ 5,000 കിലോമീറ്ററിനും മസ്റ്റായിട്ടും എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പം ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം ലെപ്പട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഓട്ടങ്ങൾ, അതായത് 10, 30, 40, 100 രൂപ താഴെയൊക്കെ ഓട്ടങ്ങൾ ഓടുന്നവർക്കാണെങ്കിൽ 10,000 കിലോമീറ്ററിലൊക്കെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി. കാരണം നമുക്ക് അത്യാവശ്യം ലോങ് ആയിട്ട് നിങ്ങൾ ഓട്ടം പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 10, ഒരു 100, അല്ലെങ്കിൽ ഒരു 50, 60, 70 കിലോമീറ്ററൊക്കെ അടുത്ത് നിങ്ങൾ ലോങ് ഓട്ടം പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ 10,000 എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യരുത്. എല്ലാ 5,000-നും എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്ത് പോകണം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത്രയും കിലോമീറ്റർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുമ്പോൾ എഞ്ചിൻ ഓയിൽ കത്താൻ ചാൻസ് കൂടുതലാണ്. അപ്പം പിന്നെ അല്ലാതെ ഈ 30, 40 പോയി നമ്മളൊരു കൊണ്ട് ഇറക്കി പിന്നെ സ്റ്റാൻഡിൽ വന്ന് കിടന്ന് വണ്ടി ഓഫാക്കി, അപ്പോൾ അങ്ങനെയൊക്കെ ഓടുന്നവർക്കൊക്കെ ആണെങ്കിൽ, അപ്പന്മാർക്കൊക്കെ ആണെങ്കിൽ 10,000 കിലോമീറ്റർ എഞ്ചിൻ ഓയിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും എല്ലാ 5,000 കിലോമീറ്ററും കാര്യങ്ങളൊക്കെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നേരെ പോയേക്കാം. നമ്മുടെ വണ്ടി ഇന്നലത്തെ അടിപൊളി മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് വണ്ടി കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ തലയോലപ്പറമ്പ് ഷോറൂമിലേക്കും കാര്യങ്ങളൊക്കെ പോകും. പിന്നെ നമ്മുടെ ഇവിടെ ക്രോസ് ബാർ വെച്ചോണ്ട് ശൽപ്പം ഇതിലെ വെള്ളം ലീക്കായി ഇതിലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി സിലിക്കോണോടെ തൂക്കണം. സിലിക്കോൺ നേരത്തെ തൂത്തായിരുന്നു, ശൽപ്പോടെ ഇവിടെ ഇച്ചിരിയോടെ തൂക്കാനുണ്ട്, എന്നാലാണ് കറക്റ്റായിട്ട് വെള്ളം ലീക്കാവാതിരിക്കത്തുള്ളൂ. പിന്നെ ശൽപ്പം ഇവിടെ അങ്ങോട്ട് തൂക്കാനുണ്ട് കേട്ടോ, സിലിക്കോണേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടുതയുടെ അകത്തൊരു ശൽപ്പം വെള്ളം ഇറങ്ങുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രൂവിൻ്റെ ഈ ക്യാപ്പ് വഴി ഇറങ്ങണം. അതിപ്പോൾ സിലിക്കോൺ തൂത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെറ്റായിട്ടിരുന്നോളും, വേറൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇന്ന് സിലിക്കോൺ മേടിക്കണം. ആദ്യമേ പോയി വണ്ടി സർവീസ് ചെയ്യണം. സർവീസ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ CDM ചെന്ന് പൈസ, നമ്മുടെ CCയുടെ പൈസ നമ്മൾ ആദ്യമേ CDM ഇടണം. അത് കഴിഞ്ഞിട്ട് വണ്ടി സർവീസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം വന്ന് നമുക്ക് സിലിക്കോൺ തൂക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ഞാൻ വീഡിയോ ഇടണം, അത് ഡെയിലി ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ എന്നൊക്കെ പറ്റുന്ന രീതിയിൽ ഡെയിലി ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നീ പറഞ്ഞ് നീട്ടി വലിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വണ്ടി സർവീസ് ചെയ്യാൻ പോയേക്കാം. ആദ്യമേ പോയി നമ്മൾ ATM പൈസ ഇടണം, എന്നിട്ട് നേരെ നമുക്ക് വണ്ടി സർവീസ് ചെയ്യാം. അപ്പോൾ ഈ CDM ചെന്നപ്പോഴത്തേനും CDMൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ബാങ്ക് ആണെങ്കിൽ തുറന്നിട്ടുമില്ല, 10 ആവുമല്ലോ ബാങ്ക് തുറക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇനി സർവീസിൽ പോയിട്ട് വന്നിട്ട് വേണം നമുക്ക് CDMൽ പൈസ ഇടാൻ, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ട് പൈസ ഇടാൻ. അപ്പം നേരെ ഇനി വിട്ടേക്കാം. ഞാനിപ്പോൾ കറക്റ്റ് കുറുപ്പന്തര കഴിഞ്ഞു, കടുത്തൊരു ജലശം മുട്ടിയാറ ആകുന്നു. ഇന്ന് മുട്ടിയാറപ്പള്ളി പെരുന്നാളാണ്, അടിപൊളിയായിട്ടോ, ഹെവി ലെവലിലാണ്. അപ്പോൾ ഈ ഫൈനലി നമ്മുടെ തലവർപ്പമ്പ് ഷോറൂമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വണ്ടിയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഡിലേ ആകുമെന്നാണ് പറഞ്ഞത്. അറിയത്തില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ സർവീസിനും കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏരിയയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ സർവീസിന് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഏക്കാലും നോക്കാം, ഒരു വണ്ടിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് നമ്മുടെ വണ്ടി സർവീസ് ചെയ്യത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ ദിവസവും ഇവിടെ സർവീസും കാര്യങ്ങളും ഇല്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. എന്തോ ഒരാഴ്ച 3 ദിവസം എങ്ങാണ്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളൂ.
അപ്പം അതുകൊണ്ട് ആ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ കേട്ടത്തുള്ളൂ. സർവീസ് ചെയ്യുന്ന എഞ്ചിൻ ഓയിലും ആ ഒരു ഷോറൂം പീരിയോഡിക് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. വേറെ വലിയ പരിപാടിയും കാര്യങ്ങളും ഓൾറെഡി കഴിയുന്നുള്ള കുട്ടപ്പനാക്കിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മഴ പെയ്യുമെന്ന് തോന്നുന്നു. മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ണിക്കുട്ടനെ നമുക്കത് ഇവിടെ ഷെഡിൽ കയറ്റിയിടാം, പ്രശ്നമുള്ള കാര്യമല്ല. മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഓക്കെ. അപ്പോൾ നമുക്ക് ആ ചേച്ചി ഒരു വണ്ടി ഡെലിവറി ചെയ്യാനുണ്ട്. ഇപ്പോൾ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുട്ടപ്പനെ സർവീസ് ചെയ്യാം. ഓക്കെ, എടുത്തോ. അപ്പോൾ ഇത് നമ്മുടെ ഫൈനലി നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി താഴത്തോട്ട് പോവാണ്. ഇവിടെയായിട്ട് നമ്മുടെ ഷോറൂം അറിയാമല്ലോ. പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്, താഴെ. ഓക്കെ, അപ്പോൾ നമ്മൾ താഴത്തോട്ട് നമ്മുടെ വണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയുടെ തേർഡ് സർവീസ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ നിലവിൽ. കാരണം തേർഡ് സർവീസിന് അത്രയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ എല്ലാവരും ഫുള്ള് ഒന്ന് വണ്ടി ഒന്ന് ചെക്ക് ചെയ്യും, എന്തൊക്കെ കാര്യങ്ങൾ കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടോ, സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോയെന്ന്. അത്രയും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മുടെ വണ്ടിയുടെ മൂന്നാമത്തെ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വണ്ടി ഹെവി ആയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടുതാട് ഈ സൈഡ് വഴി വെള്ളം ഇറങ്ങുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ ഞാനത് സിലിക്കോൺ ഒട്ടിച്ചിട്ടുണ്ട്. സ്വല്പം വൃത്തികേടായോ എന്നൊരു സംശയം. കണ്ടോ, കറുത്ത കുത്തു പോലെ ഒട്ടിച്ചാണുണ്ടോ, അത് ആ നെറ്റിൻ്റെ ബോൾട്ടിൻ്റെ അവിടെയാണ് ഒട്ടിച്ചത്. സ്വല്പം വൃത്തികേടായോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സിലിക്കോൺ കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നമ്മൾ വണ്ടി വെയിലത്തേക്ക് ഒന്ന് ഇറക്കിയിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഉണങ്ങണം. പിന്നെ ക്രോസ് ബാറിന് ഇവിടെ സ്വല്പം സിലിക്കോൺ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ നമ്മൾ സി സിയും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ. സി സിയും കാര്യങ്ങളൊക്കെ ബാങ്കിൽ ചെന്ന് സി സിയും കാര്യങ്ങളൊക്കെ ദൈവനിക്ക് കറക്റ്റായിട്ട് 5000 ഇട്ടു. അപ്പോൾ നാളെയാണ് സി സിയും കാര്യങ്ങളൊക്കെ നാളെ കേട്ടോ, 5-ാം തീയതി. അതായത് നാളെയാണ് സി സിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാങ്കിൽ നിന്ന് പിടിക്കുന്ന 5000 രൂപയാണ് സി സിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ കുഞ്ഞു വീഡിയോയും കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ഓഞ്ഞലൊക്കെ ഇഷ്ടപ്പെടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗതികേട് ക്ലീൻ ഷേവ് ചെയ്ത് അടിച്ച് ഷോകായി പോയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ കാണാം. ബൈ ബൈ.